എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഈ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണം അത് സ്വപ്ന തുല്യമായിരുന്നു എന്നുള്ളത് പറയുന്നത് ഞാനല്ല. കേരളത്തിലുടനീളം നമ്മളോടൊപ്പം നടക്കുന്ന UDF പ്രവർത്തകർ, നേതാക്കന്മാർ വിളിച്ചു പറയുകയാണ്, പേരാമ്പ്രക്കാർ അത് ആവേശകരമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത്. എന്റെ വലിയ ഭാഗ്യമാണ്. ഞാനൊരു എളിയ UDF പ്രവർത്തകയാണ്. ഷാഫിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ മാത്രല്ല, ഷാഫിക്കാന്റെയും ഭാഗ്യമാണ് ഈ മണ്ണ് എന്നുള്ളതിൽ നമുക്ക് രണ്ട് അഭിപ്രായമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നാടിനെ വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെയാണ് UDF നേതാക്കന്മാർ നോക്കിക്കാണുന്നത് എന്ന് നിരന്തരം ഫോൺ കോളുകളിലൂടെ അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഷാഫിക്ക പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനൊരു മത്സരത്തിന് ഒരു അവസരം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ? അത് കഴിഞ്ഞ് കോളേജിൽ പഠിച്ചു, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, പിന്നെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. എന്റെ വളരെ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു സമയം എന്റെ ഓർമ്മയിലുണ്ട്. ഈ പേരാമ്പ്രയുടെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഇങ്ങനെ ഒരു ആത്മബന്ധം ഈ നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന്. എനിക്ക് ഒരുപാട് കുടുംബ വേരുകളുള്ള സ്ഥലമാണിത്, ഉറ്റ സുഹൃത്തുക്കളുള്ള സ്ഥലമാണിത്. ഒരു പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ വന്ന് സംസാരിച്ച് ആളുകളോടൊപ്പം യാത്ര ചെയ്ത മണ്ണാണ് പേരാമ്പ്ര എന്നുള്ളത് എന്റെ ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിൽ മുന്നോട്ട് പോകുന്നത്. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരളത്തിൽ UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, കേരളത്തിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം രാഷ്ട്രീയമൊന്നും സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾ ഉത്തമ ബോധ്യമുള്ള മനുഷ്യരാണ്, ജനങ്ങളാണ്. എനിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ UDFന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കവലകളിൽ വീടുകളിലൊക്കെ നിരന്തരം സംസാരിക്കുന്ന, കേറിയിറങ്ങുന്ന, വോട്ട് ചെയ്യണേ വോട്ട് ചെയ്യണേ എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ പറയുമ്പോഴും അപ്പുറത്ത് നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഈ പേരാമ്പ്ര മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ അവകാശ പോരാട്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ അവകാശ വാഗ്ദാനങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവരിപ്പോ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഈ പേരാമ്പ്രയിൽ മാനേജ്മെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട്, മാനേജ്മെന്റിന്റെ സ്കൂളിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രോൺ വെച്ചുകൊണ്ടുള്ള വിഷ്വൽസ് ആണ് അവർ പുറത്തിറക്കുന്നത്. ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മാനേജ്മെന്റ് സ്കൂളിന്റെ മുകളിലൂടെ ആ പറത്തിയ ഡ്രോൺ ഉണ്ടല്ലോ, അത് ഈ നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിന്റെ മുകളിലൂടെ നടത്താൻ, ഒന്നാ ഡ്രോൺ പറപ്പിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നോക്കൂ, ഈ സ്കൂളുകൾക്ക്, ഗവൺമെന്റ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താൻ ഈ 1/2 നൂറ്റാണ്ടായിട്ടും ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള MLAക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്തുള്ള ഒരുപാട് വികസന പദ്ധതികൾ അവർ വാഗ്ദാനം ചെയ്തതാണ്. ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഈ പേരാമ്പ്രയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരു തറക്കല്ലിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ? അവര് വെറും MLA മാത്രമല്ലായിരുന്നു, മന്ത്രിയായിരുന്നു എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പം തൊട്ടപ്പുറത്തുള്ള പ്രതിപക്ഷ MLAമാർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും ഒരു 10% പൂർത്തിയാക്കാൻ ഇവിടെയുള്ള പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുള്ള MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യമാകും നിങ്ങൾക്ക്. കതിരണിയും പാലം
അല്ലെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്, ഒന്ന് പറത്തട്ടെ അവര്. ആ ഡ്രോൺ ആ പാടത്തിന് മുകളിലൂടെ അവരൊന്ന് പറത്തട്ടെ. വെള്ളിയൂർ പിന്നെ കുളമുണ്ടല്ലോ, ആ വെള്ളിയൂർ കുളത്തിന് മുകളിലൂടെ ഈ പറയുന്ന ഡ്രോൺ ഒന്ന് പറത്തട്ടെ. ഇതൊക്കെ പറത്തിയിട്ട് അവര് ജനങ്ങളോട് സംസാരിക്കുമ്പം ഒരു കാര്യം വ്യക്തമാകും. ഈ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, കുട്ടികളുണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, സ്ത്രീകളുണ്ടല്ലോ, അവര് വികസനം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ 100 സ്വപ്നങ്ങൾക്ക് മുകളിലൂടെയാണ് നിങ്ങൾ ചവിട്ടി നിറച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളത് അവര് നിങ്ങളോട് തിരിച്ചു പറയും. ചെറിയ കാര്യമല്ല. ഇവിടെ സൂചിപ്പിച്ചു ശ്രീ KG അടിയോടി, അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഈ നാടിന് എന്തൊക്കെ നൽകാൻ പറ്റുമോ അതെല്ലാം നൽകിയിട്ടാണ് പോയത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ ഇപ്പോഴും നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഒരു താലൂക്ക് ഓഫീസ്, ഇവിടെ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട്, ഇവരുടെ നേതൃത്വത്തിൽ എത്രയെത്ര സമരങ്ങൾ നടന്നു. ഇപ്പോഴും നമ്മൾക്കൊരു താലൂക്ക് ഓഫീസ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ആശുപത്രി, ഒരു പാർട്ടിയുടെ പേരിലുള്ള ഒരു ആശുപത്രി അല്ലാതെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനം കാര്യക്ഷമമായിട്ട് ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവിടെയുള്ള സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. ബോർഡ് മാറ്റിയാൽ പോരാ, അതിനകത്തുള്ള സംവിധാനം കൂടി മാറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ തല, നിങ്ങളുടെ കഴുത്ത് അത് ഉളുക്കുന്നത് കേരളം നോക്കി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എന്താണ് നമ്മളെ കുറിച്ച് ഇവർ മനസ്സിലാക്കിയത്. എല്ലാ കാലത്തും ഈ അടിസ്ഥാന മുരടിപ്പിൽ ജീവിക്കുക എന്നുള്ളതാണോ നമ്മുടെ മുമ്പിലേക്ക് അവർ വെക്കുന്നത്? എല്ലാ കാലത്തും ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം വേണം. ഇവിടെയുള്ള തൊഴിലാളികളുണ്ട്, മോട്ടോർ തൊഴിലാളികളുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, അതുപോലെ ലയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ നിരന്തരം പറയുന്നത് ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പറയുന്നത് ലയങ്ങളിൽ ഞങ്ങൾക്ക് ബാത്റൂം പോലുമില്ല, ഒന്ന് മൂത്രമൊഴിക്കാൻ ബാത്റൂം ഫെസിലിറ്റി പോലും ഈ MLA-യുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി തരാൻ സാധിച്ചിട്ടില്ല. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഉടമകൾ, അത് നടത്തുന്ന ആളുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളിമാർ, എന്തിനേറെ നമ്മളുടെ നാട്ടിലുള്ള ഹരിതകർമ്മസേന, ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചേഴ്സ്, ഇവരൊക്കെ പ്രയാസത്തിലാണ്. അടിസ്ഥാന വേതനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിനുവേണ്ടി സംസാരിക്കുന്ന മനുഷ്യരാണ് നമ്മൾക്കിടയിൽ ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് വരുന്ന ദിവസത്തിലേക്കാണ് നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്. മെയ് 4 എന്ന് പറയുന്നത് UDF-ന്റെ ദിവസമാണ്. ഇവിടെ ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നപ്പം നിങ്ങൾ നൽകിയ സ്വീകരണല്ലേ, അതിന്റെ 10 ഇരട്ടി ആളുകളുമായിട്ട് പേരാമ്പ്രയുടെ മണ്ണിൽ നമ്മൾ വലിയ ഉജ്ജ്വലപരമായിട്ടുള്ള പ്രകടനം നടത്തിക്കൊണ്ട് UDF-ന്റെ അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച സെലിബ്രേറ്റ് ചെയ്യും, ആഘോഷിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്.